മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്ന് കരയുകയാണ്. സ്വഹാബികളെല്ലാവരും മുത്തുനബിയുടെ ചുറ്റുഭാഗത്തിരിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാണ്. അതാ സ്വഹാബി ഖുർആൻ ഓതി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സ്വഹാബാ നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത്? സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു രണ്ടാമത് മോദാൻ. അതാ സ്വഹാബികൾ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. മുത്തുനബി കരയുന്നത് കണ്ടപ്പോ സ്വഹാബാക്കളിൽ പലരും അവിടുന്ന് കരയാൻ തുടങ്ങി. അതാ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബാ നിങ്ങൾ കരയാത്തതെന്തേ സഹാബാ? അപ്പോഴാണ് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ ഒരു അധ്യായം പാരായണം ചെയ്യുമ്പോ നിങ്ങൾ കരയണേ സ്വഹാബാ, നിങ്ങൾ കരയണേ സഹാബാ. കരച്ചല് വരുന്നില്ലേ? കരച്ചല് വരുന്നില്ലേ? ഫഇല്ലം തബ്കൂ ഫതബാകൂ. നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ അധ്യായം പാരായണം ചെയ്യുമ്പോ നിങ്ങൾ കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കരയണേ. നിങ്ങൾ കരയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കരയണേ. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും കരയാറില്ല. നമ്മൾ എത്ര ഓതിയാലും കരച്ചിൽ വരാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങള് സീരിയൽ കണ്ടിട്ട് കരയുമല്ലോ, കഥകൾ വായിച്ചിട്ട് കരയുമല്ലോ, രോഗികളെ കാണുമ്പോൾ കരയുമല്ലോ, ശരീരം വേദനിക്കുമ്പോൾ കരയുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ 114 അധ്യായങ്ങളിൽ ഒരധ്യായം പാരായണം ചെയ്യുമ്പോ നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ? ആ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുമ്പോ കരഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആയത്തിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കടാ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തകാസുർ പാരായണം ചെയ്യുമ്പോ അതിന്റെ അർത്ഥം നിനക്കൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാ. കരയുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാ. എത്രയോ മഹതിമാര് സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുന്ന പെങ്ങള്, സിനിമ കണ്ടിട്ടിരുന്ന് കരയുന്ന പെങ്ങള്, നോവല് വായിച്ചിട്ടിരുന്ന് കരയുന്ന പെങ്ങള്, എന്തേ നിന്റെ മുൻഗാമികളെ നീ മറന്നുപോയത്? നിനക്ക് ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് മൈമൂനയുടെ ചരിത്രം അറിയുമോ? പെങ്ങള് പഠിക്കണം പൊന്നുമോള്. നിന്നെ പോലെ ജീവിച്ചിരുന്ന പെണ്ണുങ്ങളായിരുന്നല്ലോ, അവർക്കും വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് നഫീസത്തുൽ മിസ്രിയാൻ അറിയുമോ? നഫീസത്തുമാല വായിച്ചിട്ടുണ്ടോ പെങ്ങള്? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല
ഈജിപ്തിൽ പോകുമ്പോ കാണാം പടച്ചവനെ മനോഹരമായ ഏറ്റവും വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കിടക്കുന്നുണ്ട് നഫീസ. ആ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ വഅദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കൽ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുന്ന മനുഷ്യനവിടുന്ന് ഖുർആൻ ഓതുകയാ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ടി വീഴുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ശിക്ഷകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ജനങ്ങളുടെ നടുവിൽ പിടഞ്ഞങ്ങ് താഴെ വീഴുകയാ. പടച്ചവനെ വഅദ് കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവസാനം അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തിട്ട് മാറ്റുകയാ. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്ത് മാറ്റി മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നിട്ട് ആ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഖബറ് കുടിക്കുകയാ. അല്ലാഹുവേ, ആരും കാണാതെ പാതിരാത്രി നഫീസ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിന്റെ അകത്ത് ഖബറ് കുഴിക്കുകയാണ്. പടച്ചവനെ കരയുകയാ. നഫീസത്തുൽ മിസ്രിയുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആരും അറിയാതെ ഖബറ് കുഴിക്കുകയാണ്. പകല് മുഴുവനും നോമ്പാ, രാത്രിയിലാണ് ഖബറ് കുഴിക്കുന്നത്. ദിവസങ്ങളോളം പടച്ചവനെ അവിടുന്ന് ഖബറ് കുഴിക്കാൻ സമയമായി. അവസാനം ഖബറ് കുഴിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഓടിച്ചെന്നിട്ട് ഒതുവെടുത്തിട്ട് അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങുകയാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്നിട്ട് 10,000 റക്അത്ത് നമസ്കരിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. ഒരു വിളക്കും എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാ. കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖബറിൽ ഇറങ്ങിയിട്ടുണ്ടോടാ പൊന്നുമോനെ? ഇടയ്ക്കിടയ്ക്കൊക്കെ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തൊന്ന് പോകണം, ആ ഖബറിന്റെ അകത്തും ഇറങ്ങണം, ആ ഖബറിന്റെ അകത്തും ഇരിക്കണം. അപ്പോഴറിയാമടാ ഖബറിനെ കുറിച്ച് നിനക്ക് പഠിക്കാൻ കഴിയുന്ന സമയമാ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വിളക്കുമെടുത്തുകൊണ്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പാരായണം ചെയ്യുകയാ. അല്ലാഹുവേ, ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസ ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിലിൽ ഇന്നലദൈനാ കാലം വജഹീമാ, ഈ ആയത്താണ് നഫീസ അധികമായിട്ട് പാരായണം ചെയ്തത്. ഇത് ഓതിക്കഴിഞ്ഞാൽ നഫീസ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്ത് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 4000 ഖത്തം ഓതിയവളാ നഫീസ. എല്ലാ ദിവസവും നോമ്പുകാരിയാണ്. പടച്ചവനെ, ഭക്ഷണം കഴിക്കാറില്ല, രാത്രി കാലങ്ങളിൽ ഉറങ്ങാറില്ല. പടച്ചവനെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എല്ലും തോലുമായിരിക്കുകയാണ്. തന്റെ കുടുംബക്കാര് കടന്നു വന്നിട്ട് പറഞ്ഞു, നഫീസ, നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ, കണ്ണൊക്കെ കുഴിഞ്ഞു പോയല്ലോ, നിന്റെ തൊലിയെല്ലാം കറുത്തു പോയല്ലോ, എല്ലും തോലുമായല്ലോ. നഫീസ, എന്തിനാ എല്ലാ ദിവസവും നീ നോമ്പ് പിടിക്കുന്നത്? നിനക്കും ഉറങ്ങിക്കൂടെ? ഒരു രാത്രിയെങ്കിലും
എങ്കിലും നിനക്കൊന്നുറങ്ങിക്കൂടെ? ഇല്ലെങ്കിലും നീ മരിച്ചു പോകുമെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ തന്റെ കുടുംബക്കാര് ഉപദേശിക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വഅദ് കേൾക്കാമെന്ന ഉമ്മമാരെ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നു നഫീസ. ആ നഫീസ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ തന്റെ കുടുംബക്കാര് ഉപദേശിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവിനോട് രണ്ട് കാര്യമാ ചോദിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 30 വർഷം പടച്ചവരെ ഖബറിനകത്തിരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തത് രണ്ട് കാര്യമാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷം എന്തെന്നറിയുമോ? അല്ലാഹ് മരിക്കുന്ന ദിവസം എന്നെ നോമ്പുകാരിയാക്കണേ അല്ലാഹ്. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാണ്. രണ്ടാമത്തെ അഭിലാഷം എന്തെന്നറിയുവോ? ഖുർആൻ ഓതി മരിക്കണമല്ലാ. കുടുംബക്കാര് പിരിഞ്ഞു പോവുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവസാനം അവിടുന്ന് മരണമെടുത്തപ്പോ പോയിട്ട് കുളിച്ചു വൃത്തിയാവുകയാ. അവിടുന്ന് കുളിക്കുകയാണ്. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫൻ തുണിയും എടുത്തുകൊണ്ട് താൻ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി കിടക്കുകയാ. അല്ലാഹുവേ, അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് പിടിക്കാൻ അവിടുന്ന് സലാം പറയുകയാ. പെങ്ങളെ, 30 കൊല്ലം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് നേടിയ കാര്യമാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ നോമ്പുകാരിയാ. പടച്ചവനെ, അവിടുന്ന് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസയുടെ 30 കൊല്ലത്തെ അഭിലാഷമാണ് ഖുർആൻ ഓതി മരിക്കണമെന്ന്. അല്ലാഹ് ഖബറിന്റെ അകത്തിരുന്ന് ഓതിയ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതുകയാ. ഇത് സിനിമാ കഥയല്ലല്ലോ, ഇത് സീരിയൽ നടി പറഞ്ഞ കഥയല്ലല്ലോ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചു നോക്ക്. നഫീസത്തു മാല വായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് അവിടുന്ന് പച്ചപ്പറവകളെ പോലെ പറന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഇവരെയാണ് നീ മാതൃകയാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, സമയം കിട്ടുമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതുണ്ടല്ലോ. പടച്ചവനെ, മക്കത്തും മദീനത്തും പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീഡിയോകൾ യൂട്യൂബിൽ കാണാൻ കഴിയുമല്ലോ. ഒന്ന് കേട്ടു നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഇമാമുമാര് നിന്ന് തേങ്ങുന്ന തേങ്ങല് കാണാ. പടച്ചവനെ, നിലവിളിക്കുന്ന കരച്ചില് കേൾക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നിങ്ങൾ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ. കരച്ചല് വരുന്നില്ലേ, കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം. നമുക്കൊണ്ട് കരയാൻ പറ്റൂല, നമ്മൾ ആരും കരയൂല. കാരണം അത്രയ്ക്കൊന്നും ഈമാൻ നമുക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടൊന്ന് അഭിനയിക്കണം. കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിച്ച നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.
അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയുന്നവരെ പോലെ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശബ്ദം ഇതിനേക്കാളും വലിയ വിളി ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ നമ്മൾ കിടന്ന് കൂവും. ഒരു പ്രയോജനം ഇല്ല. അതുകൊണ്ട് കൂവിയിട്ട് ഒരു കാര്യമില്ല. കേൾക്കേണ്ടവന്മാര് കേൾക്കുന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ഖുർആനിലെ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയാൻ പറ്റുമെങ്കിൽ കരയണം, ഇല്ലെങ്കിൽ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തു. പറഞ്ഞങ്ങാതി അങ്ങട്ട് ഇൻഷാ അല്ലാഹ് പറ. ഇത്ര ശബ്ദമുള്ളോ? അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ അറിയല്ലേ? അപ്പൊ പറയാനറിയാം. കൂടെ കൂടിയിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശൈത്താനെ ഇറക്കി വിടുന്ന ആയത്തില്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇട നമ്മുടെ ശരീരത്തിലും നമ്മുടെ വീട്ടിലും കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി വിടാൻ വരെ ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്ത? പൈസ ഒന്നും വേണ്ട, മന്ത്രവാദമോ കൂടോത്രവോ മുട്ട കൊഴിക്കലോ ഒന്നും വേണ്ട. ഞാൻ പറയുന്ന ഒരായത്ത് നിങ്ങളുടെ വീട്ടിലോട്ട് കേറണ സമയത്ത് ഓതിയാ മതി. അതിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓതുവോ? അതെങ്ങനെ ഉസ്താദെ? ഞാനും അവനും തമ്മിലുള്ള ബന്ധം അതല്ലേ? ഞാനും ഇബ്ലീസും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരെ എങ്ങനെ ഇറക്കി വിടാ അല്ലേ? ഇവിടെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിയാ മതി. ഞാൻ പറയുന്ന ഈ ആയത്ത്, നിങ്ങൾ ഇത് ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ആര് പഠിപ്പിച്ചെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ അവിടെ നിന്ന് ജോലി കൊടുത്തു കുറച്ച് സാധനങ്ങൾക്ക് കാവല് നിൽക്കാൻ. അബൂ ഹുറൈറ തങ്ങൾ രാത്രി ഇങ്ങനെ കാവല് നിൽക്കുമ്പോ ഒരാള് ചാക്ക് കൊണ്ടുവന്ന് വാര്യ മോഷ്ടിക്ക. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു, കള്ളനെ പിടിച്ചു. വാടാ, എന്നെ മുത്ത് നബിയുടെ മുന്നിൽ കൊണ്ടുപോകും, വാടാ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയാ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പട്ടിണിയാ, ദാരിദ്ര്യമാ, അതുകൊണ്ട് വന്നതാ, എന്നെ വെറുതെ വിടണം. വെറുതെ വിട്ടു. ഇനി മേലാ നീ എടുത്തു പോരുത്. രണ്ടാമത്തെ ദിവസം ഇവ മൂട്ടിക്കാൻ വന്നു, അന്നും പിടിച്ചു. അപ്പൊ പറഞ്ഞു, പെണ്ണുപിള്ള ഈ മക്കളും വിശന്ന് കരയാ, കരച്ചല് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ വന്നതാ, നിനക്ക് പട്ടിണി അറിയണല്ലേ, നീയും പട്ടിണി കിടന്നിട്ടില്ലേ. അന്നും ആ സാധു വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും വന്നു, അന്ന് പിടിച്ചു. പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല, 2 വട്ടം ഞാൻ നിന്നെ വെറുതെ വിട്ടു, ഇനി നിന്നെ ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിച്ചു തരും. അപ്പൊ ഈ ചങ്ങാതിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ പറ്റൂല. അപ്പൊ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ തങ്ങൾക്ക് ഇൽമെന്ന് പറഞ്ഞ വലിയ ആർത്തിയ, പഠിക്കാൻ വലിയ ആഗ്രഹം. ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ശർറു മാറും, ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് കേട്ട ഉടനെ ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, തീർന്നു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുയില്ലേ? നബിയെ, 2 പ്രാവശ്യം കരഞ്ഞുകൊണ്ട് വിട്ടു, മൂന്നാമത് എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബിയിന റസൂലുള്ളാഹി. അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. ഏതായത്താ? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയെ ആര് പാരായണം ചെയ്യുന്നു? ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോയി വീടിനകത്ത് കേറുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടന്നുറങ്ങാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട് നോക്കിക്കൊള്ളണം. ആ മക്കളെ, നമുക്കെല്ലാം കൂടെ പോകാം, ഇവിടെ നല്ല ആൾക്കാർ വന്നു തുടങ്ങി, ഇനി പറ്റൂല എന്ന് പറഞ്ഞ് ഇബ്ലീസ് തന്റെ മക്കളെയും വിളിച്ചു കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോദിയ വീട്ടിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ഇറക്കാം. എല്ലാരും ഒരു ആയത്തുൽ കുർസി ഓതിക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി
ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞേ? ഒരായത്ത്, ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഓതുന്ന സമയത്ത് കരയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് കരഞ്ഞൂടെ? കരയാൻ പറ്റൂല, അഭിനയിച്ചാ മതി. കരയണ്ട, അഭിനയിച്ചാ മതി. പ്രതിഫലം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നല്ല മരണത്തെക്കുറിച്ച് പറയുന്നവരാണ്. ഉസ്താദെ, എൻ്റെ വാപ്പ വെള്ളിയാഴ്ചയാണ് മരിച്ചത്, എൻ്റെ ഉമ്മ റമദാൻ മാസത്തിലാണ് മരിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ഉസ്താദെ, സംസം വെള്ളം കുടിച്ചു ഉസ്താദെ, ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവി മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമോ? നമുക്കൊന്നും കിട്ടൂല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല മരണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. എങ്കിലും നമുക്ക് ആഗ്രഹമില്ലേ ഒരു നല്ല മരണം വേണമെന്ന്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. നമുക്ക് ആ സ്വഹാബിയുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. നമ്മളെ പോലെ ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 30ാമത്തെ വയസ്സിലാണ് ഈ സ്വഹാബി മുസ്ലിമാകുന്നത്. പടച്ചവനെ 8 കൊല്ലമോ 6 കൊല്ലമോ പടച്ചവനെ ഈ സ്വഹാബി ആകെ മുസ്ലിമായി ജീവിച്ചിട്ട് തുച്ഛമായ വർഷമാണ് ഈ സ്വഹാബി മുസ്ലിമായിട്ട് ജീവിച്ചത്. പക്ഷേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. പടച്ചവനെ, ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം അവിടുന്ന് കുലുങ്ങുകയാ. പടച്ചവനെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് നിയ്യത്ത് ചെയ്തവരെ, നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈമാനുള്ള ഒരു മരണമാ. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യമാണ്. പടച്ചവൻ നിനക്കൊരു നല്ല മരണം തരികയാണ്. ഈ ഖുർആൻ ഓതാൻ പറ്റുമോ? ഈ പരിശുദ്ധമായ അധ്യായം പാരായണം ചെയ്യാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണ്. എല്ലാവരും കരയുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്റെ മയ്യത്തെടുക്കുമല്ലോ. വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞു റബ്ബേ, നല്ലതുപോലെ കുളിപ്പിച്ചു സുഗന്ധം തേച്ചു നിന്നെ പടച്ചവനെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് നിന്റെ ജനാസ 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുമല്ലോ. എന്നിട്ട് കുറച്ചു പഞ്ഞിയെടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ.
അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാ. നിന്റെ വാപ്പ പറയുന്നു, കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, പുതിയ പോകുകയാണ്. എല്ലാവരും നിന്നെ കാണാൻ അടുത്തേക്ക് വരികയാണ്. കുറച്ചു സമയം കഴിയുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ. നിന്റെ വീടിന്റെ പുറത്തൊരു വാഹനം വന്നോ, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു മലർത്തി കിടത്തി. എന്നിട്ട് 6 പേര് തോളിലേക്ക് ഉയർത്തുമല്ലോ. വീടിനകത്ത് നിന്ന് നിലവിളി കേൾക്കുന്ന ശബ്ദമാ. ആ സമയത്താണല്ലോ ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയം. അപ്പോഴാ അല്ലാ, മക്കളുപ്പ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്, കൂടപ്പറപ്പുകൾ കരയുന്നുണ്ട്. പടച്ചവനെ, ഭാര്യ കടന്ന് ഭർത്താവിനെ വിളിച്ച് കരയുന്ന സമയമാ. ഉമ്മയും നിലവിളിയാണ്, ക്ഷമ വിട്ട ഉമ്മയും, പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. എല്ലാവരും നിലവിളിക്കുന്ന സമയമാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ മയ്യത്ത് ചുമക്കുന്ന സമയത്ത് ഭാരം തോന്നാറില്ല. ചിലരുടെ ജനാസ ചുമക്കുമ്പോ മയ്യത്തിന് ഭാരം അനുഭവിക്കാറില്ല. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച മനുഷ്യ, നിന്റെ മയ്യത്ത് ചുമക്കാൻ മലക്കുകൾ വരും. മുസ്ലിമേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാണ്. പക്ഷേ സഅദിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ മുഴുവനും മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല. കൊതിപ്പിക്കുന്ന മരണമായിരുന്നു, അത്ഭുതപ്പെടുത്തുന്ന മരണമായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ സഅദ് തങ്ങൾ കിടക്കുകയാണ്. പടച്ചവനെ, മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിരൽ കുത്തിയിട്ടാണ് നടന്നു പോകുന്നത്. അതാ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. സ്വഹാബാ, മലക്കുകളാണ് മയ്യത്ത് ചുമന്നത്. സ്വഹാബാ, എനിക്ക് കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ വന്നിരിക്കുകയാണ്. 70,000 മലക്കുകൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമക്കാൻ, അവിടുത്തെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പടച്ചവനെ മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് നടക്കാൻ സ്ഥലമില്ലായിരുന്നു. മുത്തുനബി അവിടുത്തെ തള്ളവിരൽ കുത്തിയിട്ടാണ് നടന്നു പോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുകയാ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. സഅദ് തങ്ങളുടെ ഖബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാ. പടച്ചവനെ, നാടും വീടും വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഫിൽമ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയണോ മക്കളെ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവരെ, മുത്തുനബിയുടെ ഹദീസ് പഠിക്കുന്ന മക്കളെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കാൻ അവിടുന്ന് ഖബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ.
മണ്ണിന് പോലും സുഗന്ധമാ. ഈ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുത്തിട്ട് ആരും കാണാതെ തന്റെ മടിയിൽ വെക്കുകയാ. അവിടുന്ന് ഖബറടക്കി, അവിടുന്ന് ഖബറടക്കി. അല്ലാഹുവേ, വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ഈ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ. എല്ലാവരും കരഞ്ഞ ദിവസം നിന്റെ മുഖത്ത് പുഞ്ചിരിയാ. നിന്റെ മയ്യത്ത് ചുമക്കാൻ മലക്ക് വന്നല്ലോ. നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാറ്, ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാറ് നീ എന്ത് നന്മയാണ് ചെയ്തതെന്ന് സഅദ് തങ്ങളോട് ചോദിക്കുമ്പോ ആ ഖബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഓതിയ ഖുർആനും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഖുർആൻ ഓതിയതിന് എന്റെ റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. ഉപ്പമാരേ, നിങ്ങൾ ഇന്ന് മുതൽ ഈ സൂറത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്താദ്യമായിട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയ ഒരു സ്വഹാബിയുടെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയുണ്ടല്ലോ. ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറയുന്നത് കേട്ടപ്പോഴാ അവിടുന്ന് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ഖുർആൻ ഓതിയിട്ട് കരയണേ. കരച്ചല് വരുന്നില്ലേ? കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണേ. അതിനെ നിങ്ങൾ ആദരിക്കണേ, അതിനെ നിങ്ങൾ ബഹുമാനിക്കണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിനകത്തിരുന്ന പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ തന്റെ വീടിനകത്ത് കടന്നു വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഖുർആനിന്റെ മനോഹരമായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ മുകളിലാ. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും തന്റെ കയ്യിലിരുന്ന ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഷഹീദായ സ്വഹാബിയാ. അതുകൊണ്ട് അവര് കിടക്കുന്ന സ്വർഗം വേണോ? ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കണോ? ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും തനിച്ചുമല്ല നമ്മൾ ഒരുപാട് പാപം ചെയ്തല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കണോ? പൊറുക്കാനുള്ള വഴി എന്താ? അൽഹാകും മുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന
യൗമഇദിൻ കരയണേ ഉപ്പാ, കരയണേ പെങ്ങള്, അഭിനയിക്കടാ ചെറുപ്പക്കാരാ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്നു പോകുമല്ലോ. പഠിച്ചവരെ, ഇന്ന് രാവിലത്തെ പത്രമെടുത്ത് നോക്ക്. ഇവിടെ ഒരു പത്രം ഇരിക്കുന്നുണ്ട്. ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കാണുന്ന വാർത്ത എന്താ? കുടുംബത്തോടൊപ്പം പോയാ പടച്ചവനെ സൈനിക നേതാവിന്റെ മയ്യത്ത് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും തീർന്നില്ലേ? ഗൾഫുകാര് നാട്ടിലേക്ക് വരുമ്പോ കുടുംബക്കാര് വണ്ടിയുമായി എയർപോർട്ടിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. ലഗേജുമായി വരുന്നവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് തമാശകൾ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാലമല്ലേ. എന്നാൽ ഇന്നലെ ഒരു കുടുംബത്തിലെ 5 പേര് ഒരുമിച്ച് വന്നോ. വാപ്പയും ഉമ്മയും 3 മക്കളും. അല്ലാ, 3 ആംബുലൻസ്, അതാ 5 ആംബുലൻസിന്റെ അകത്ത് കയറ്റിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം കണ്ടവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, ഒരു രോഗവും വേണ്ട. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. ഒരു രോഗവുമില്ലാത്തവർ പടച്ചവരെ രാവിലെ ഇറങ്ങി പോകുന്നവന് വയ്യറ്റ് കാണുന്നില്ല, വയ്യറ്റ് കിടന്നവന് രാവിലെ എഴുന്നേക്കുന്നില്ല. ഒരു തലവേദന പോലും ഇല്ലാത്ത മനുഷ്യന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ വാപ്പാ. പ്രായം കുറെ ആയില്ലേ, അതാ മരണത്തിന്റെ അടയാളം വന്നില്ലേ. മുടി നരച്ചില്ലേ വാപ്പാ, അത് മരണത്തിന്റെ അടയാളമല്ലേ. എന്തുകൊണ്ടാ നിനക്ക് നന്നാകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? 40 വയസ്സ് കഴിഞ്ഞവൻ തെറ്റ് ചെയ്താൽ അവന് ഇരട്ടി ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിനോട് ദുആ ചെയ്യാ പോകുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണേ. 36 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ കൊറോണ കൂടിയിട്ട് ലെൻസിൽ മുഴുവനും ബാധിച്ചിട്ട് അതാ ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ അകത്ത് കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു മരണമെടുത്തിരിക്കുകയാണ്, ഇനി ഒരു രക്ഷയുമില്ല. 48 മണിക്കൂറിന്റെ മുമ്പ് ഈ മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞ് എഴുതി തെള്ളുകയാ. 36 വയസ്സുള്ള 2 പിഞ്ചു മക്കളുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് ഐസിയുവിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, ആ മുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ച് കരയുകയാ. പടച്ചവരെ, മരിക്കാൻ മരണമെടുത്തത് കൊണ്ട് കരയുകയാണെന്ന് കരുതിയിട്ട് ഡോക്ടർ അടുത്തു പോയി നിന്ന് സമാധാനിപ്പിക്കുകയാ. 36 വയസ്സുള്ള ഉസ്താദ്, അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ഉസ്താദ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അവസാന സമയം ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് കരയുകയാ. നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മരണം അടുത്തു, ഇനി മരുന്നുകളൊന്നുമില്ല, കുടുംബക്കാരോട് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഉസ്താദ് കിടന്ന് കരയുമ്പോ ഈ അമുസ്ലിമായ ഡോക്ടർ അടുത്തു പോയി നിന്നിട്ട് വിചാരിച്ചു മരിക്കാൻ പേടിയായതുകൊണ്ടായിരിക്കും. അടുത്തു പോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു, എല്ലാ മരുന്നുകളും കൊടുത്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്?
നിങ്ങളുടെ കുടുംബത്തെ ഓർത്തിട്ട് നിങ്ങൾ കരയുകയാണോ? ആ സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു, ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അതെപ്പോഴായാലും എൻ്റെ മരണം വരും. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയണേ? ഞാൻ എൻ്റെ വയല് നിർത്തുകയാ. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? ആ 36 വയസ്സുള്ള ഉസ്താദ് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. മരിക്കാൻ പോകുകയല്ലേ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയല്ലേ, എൻ്റെ കയ്യിൽ അമലുകളില്ലല്ലോ, എൻ്റെ കയ്യിൽ അമലുകളില്ലല്ലോ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് കരയുമ്പോൾ കുടുംബക്കാർ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? എന്തിനാ തങ്ങളെ കരയണേ? നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, എന്തിനാ കരയണേ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാത്ര വലുതാണല്ലോ, എൻ്റെ കയ്യിൽ നന്മയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, ഈ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാത്രി നീ മരിച്ചുപോയാൽ നിനക്ക് രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വട്ടപൂജ്യമേ ഉള്ളൂ. ജീവിതത്തിൽ നിസ്കരിച്ച ഒരു റക്അത്ത് നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാം സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തിരുന്ന് നെളിയുന്ന സഹാബത്തിനോട് പറഞ്ഞൊരിക്കെ സഹാബികൾ ചിരിക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ വലുപ്പം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. ഒരുപാട് നിസ്കാരവും ഖുർആൻ പാരായണവും നോമ്പും സദഖയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും നെളിയണ്ട. അത് സ്വീകരിച്ചോ എന്ന് നിങ്ങൾക്ക് ആർക്കും ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിരിയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, 5 കാര്യങ്ങളിൽ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അവൻ ഇബാദത്തിന്റെ കൂലി എന്തെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ അല്ലാഹുവിന്റെ പ്രവാചകരേ, ആ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ആ 5 കാര്യങ്ങളെയാണ്. നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പടച്ചറപ്പിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത് വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഒരു മനുഷ്യൻ നോക്കുന്ന സമയം അത്രയും ഇബാദത്തിന്റെ കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയാണ്. എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, പടച്ചവനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്നാൽ ആ നോക്കുന്ന മനുഷ്യൻ ഇബാദത്തിന്റെ കൂലിയുണ്ട്, അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ് പ്രവാചകൻ അവിടുന്ന് മൂന്നാമതായി പറയുകയാ. നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട പെറ്റുമ്മയുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ പടച്ചവനെ നോക്കുന്ന സമയം അത്രയും ഇബാദത്തിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാം 2 കാര്യം കൂടെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്.
കാര്യമാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കാലിട്ടടിച്ചപ്പോ ആ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വന്ന ആ സംസം എന്ന് പറയുന്ന പാനീയമുണ്ടല്ലോ, ആ സംസം വെള്ളമുണ്ടല്ലോ, ആ സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആ വെള്ളത്തിലേക്ക് നോക്കിയാൽ, ആ സംസം വെള്ളത്തിലേക്ക് നോക്കിയാൽ പടച്ചവനെ നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന, ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കല്. ഉസ്താദന്മാരുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന അല്ലാഹുവേ, പണ്ഡിതന്മാരുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഉസ്താദന്മാരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. ഉസ്താദന്മാരുടെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നത് മുഴുവനും പണ്ഡിതന്മാരാണ്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനേ, അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ 1.5 മണിക്കൂർ നമുക്കാർക്കും നഷ്ടമുള്ളതല്ല, നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കട്ടെ, കൊള്ളാകുമോ കൊള്ളാതിരിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവർ ഈ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കൂ, ഈ ഉസ്താദന്മാരുടെ മുഖത്ത് നോക്കിയിരിക്കൂ. ആ ഇരിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ടെന്ന പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ നിങ്ങൾ നോക്കണേ, ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ് നമ്മളിൽ പലരും. ഇരിക്കുന്നവരിൽ എല്ലാവർക്കും, ഏകദേശം ഉള്ളവർക്ക് മുഴുവനും പടച്ചവന്റെ ഖുർആൻ ഓതാൻ അറിയാം. അറിയാത്തവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമല്ലോ. ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് അർത്ഥം പറഞ്ഞു തരുന്നത് കേൾക്കുന്നവരാണ്. പടച്ചവനെ, ആരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വഅദുകൾക്ക് കുറവൊന്നുമില്ല, ഒരുപാട് വഅദിന്റെ സദസ്സുകളുണ്ട്, പള്ളിയിൽ ഉസ്താദന്മാര് പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുമ്പോ പടച്ചവൻ ഇത് നമ്മളോടാണല്ലോ പറയുന്നത്, ഇത് അല്ലാഹുവിന്റെ കലാമാണല്ലോ പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമുക്ക് പാരായണം ചെയ്തിട്ട് അർത്ഥം പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസാരമാക്കുന്നവരാണ്, നമുക്കത് നിസാരമാണ്, നമ്മൾ അവഗണിക്കുകയാണ്, അതിന് പരിഗണന നൽകുന്നില്ല, അതിനൊരു സ്ഥാനം നൽകുന്നില്ല. ഉസ്താദന്മാർ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇത് എനിക്ക് നന്നാകാനുള്ളതാണല്ലോ, ഇത് എനിക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ചിന്ത നമ്മളിൽ പലർക്കുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഖുർആൻ ഓതുന്നവരാ, ഖുർആനിന്റെ അർത്ഥം പഠിച്ചവരാ, ഖുർആനിന്റെ അർത്ഥം അറിയുന്നവരാ, ഖുർആനിന്റെ അർത്ഥം കേൾക്കുന്നവരാ. പക്ഷേ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ അവഗണിക്കുമ്പോ, അതിനെ നിസാരമായി തള്ളിക്കളയുമ്പോ, ആ തള്ളിക്കളയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? ഒരു ഖുർആനിന്റെ
ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഉസ്താദന്മാര് പറഞ്ഞു തരുമ്പോ അത് കേട്ടിട്ട് നിസാരമായി തള്ളിക്കളയുന്ന ഉപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? ഖുർആൻ ഓതാത്തവന്റെയല്ല, ഖുർആൻ പഠിക്കാത്തവന്റെയല്ല, പടച്ചവനെ നിസ്കരിക്കാത്തവന്റെയല്ല, അല്ലാഹുവേ സദഖ കൊടുക്കാത്തതല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അതിന് നൽകേണ്ട സ്ഥാനം നൽകാത്തവരുണ്ടല്ലോ, അതിനെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നമ്മളെല്ലാവരും ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടവരാ, നമുക്ക് കുറച്ച് അർത്ഥം അറിയാം, മറ്റു ചില അർത്ഥങ്ങൾ ഉസ്താദന്മാര് പറഞ്ഞു തരുന്നത് നമ്മൾ കേൾക്കുന്നവരാ. ഇപ്പൊ ഈ വഅദിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ നോക്ക്, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും മഹ്ശറയെക്കുറിച്ചും സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ലോകത്ത് മുൻഗാമികളായി വന്നുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷകളെ പ്പെടുത്തുന്നുണ്ട്. ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഈ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് അങ്ങോട്ട് അർത്ഥം പറയുമ്പോ ഇത് ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അല്ലെങ്കിൽ ഇത് പടച്ചവനെ പ്രായമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ പിരിക്കാൻ വേണ്ടി ഉസ്താദന്മാർ ഇങ്ങനെ പറയുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് നിസാരമാക്കുന്നവർ, അവഗണിക്കുന്നവർ, പരിഗണിക്കാത്തവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നമുക്ക് പഠിക്കാം. എന്നിട്ട് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ മജ്ലിസിൽ വെച്ച് ഖുർആനിനെ കുറിച്ചാണ് പറയൽ ഏറ്റവും നല്ലത്. ഖുർആനിനെ കുറിച്ചാണ് പറയേണ്ടത്. പഠിച്ചിറങ്ങുന്ന മുതഅല്ലിമീങ്ങളായ ഉസ്താദന്മാർ, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഈ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് ആ ആയത്തിനെ പരിഗണിക്കാത്തവനെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവർ നമ്മളിൽ പലർക്കും അതിന്റെ മഹത്വം അറിയുന്നില്ലല്ലോ. എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്നാണ്. പടച്ചവനെ, എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ അവിടെന്ന് നമുക്ക് എളുപ്പവഴികൾ പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ നമ്മൾ അതിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അല്ലാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് നീ ചിന്തിക്കാത്തത്? മനുഷ്യ, നീ ചിന്തിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്ന മനുഷ്യ, നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ കുറിച്ച് ഒന്നാമതായി പറയുകയാണ്, നിന്നെ പടച്ചറപ്പ് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, പരിശുദ്ധമായ ഖുർആൻ നിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തന്നിട്ട് നീ അതിനെ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ നിസാരമായി തള്ളിക്കളയുമ്പോ, അതിന് നൽകേണ്ട സ്ഥാനം നീ കൊടുക്കാതെ വരുമ്പോ, അങ്ങനെയുള്ള നിന്നെ കുറിച്ച് പടച്ചറപ്പ് പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി നീയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാടാ. പടച്ചവനെ കൊലപാതകം നടത്തുന്നവനല്ല, കണ്ടുകുടിച്ച് നടക്കുന്നവനല്ല, വിഭജിച്ച് നടക്കുന്നവനല്ല, ശിർക്ക് ചെയ്ത് നടക്കുന്നവനല്ല, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യനല്ല. പിന്നെ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് അതിനെ നിസാരമാക്കുകയാണ്.
നിസ്കരിക്കണമെന്ന് പറയുമ്പോ, ഖുർആൻ ഓതണമെന്ന് പറയുമ്പോ, സദഖ കൊടുക്കണമെന്ന് പറയുമ്പോ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവേ നിസാരമായി തള്ളിക്കളയുകയാണ്. നിസ്കാരമെന്ന് പറയുന്നത് പ്രായമുള്ളവർക്കുള്ളതാണ്. പടച്ചവനെ ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ അവഗണിക്കുന്നവരുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ ഓതണം. ആ ഖുർആനിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിനെ നമ്മൾ പരിഗണിക്കാതെ വരുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയപ്പെട്ടിട്ട്, ആ ഖുർആൻ ഓതപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ നമുക്കൊന്നും നന്നാകാ തോന്നുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്രയോ പേരെ നന്നാക്കിയല്ലോ. പടച്ചവനെ കാട്ടാളനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ച് പറയുന്നില്ലോ, ഖബറിനെ കുറിച്ച് പറയുന്നില്ലോ, പരലോകത്തെ കുറിച്ച് പറയുന്നില്ലോ, മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് പറയുന്നില്ലോ, അല്ലാഹു നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും ആ നരകത്തിന്റെ തട്ടുകളിൽ കിടക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ നന്നാകുന്നില്ല? എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കി പടച്ചവനേക്ക് മടങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹു പറയുകയാ, പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്ന മുസ്ലിമേ, അതിനെ പരിഗണിക്കാത്ത പെങ്ങള്, നിന്നെ അല്ലാഹു പരിചയപ്പെടുത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിനിയാണ്. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാ, രണ്ടാമതായിട്ട് അല്ലാഹു പറയുകയാ, നമ്മൾ പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകുന്നില്ലല്ലോ, ആരൊക്കെ എന്ത് പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ, എന്തെല്ലാം പരീക്ഷണങ്ങള് പടച്ച റബ്ബ് കൊടുത്തു, എന്നിട്ടും എന്തേ ഇവൻ നന്നാകാത്തത്? റമദാൻ മാസത്തിലെ കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുമല്ലോ, പക്ഷേ മുസ്ലിമായ നമ്മളിൽ പലരും നോമ്പ് പിടിക്കാറില്ല, അല്ലാഹുവേ നിസ്കരിക്കാറില്ല. പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എന്തുകൊണ്ടാണ് അതിന്റെ കാരണമെന്ന് നിനക്കറിയുമോ? എന്തുകൊണ്ടാണ് പടച്ചവനെ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? ചെയ്യുന്നത് പാപമാണെന്ന് നിനക്കറിയാം. കള്ളു കുടിക്കുന്ന മുസ്ലിമിനറിയാം ഇത് ഹറാമാണ്, ഇത് കുടിക്കാൻ പാടില്ല, ഇത് കുടിക്കുന്നവന് സ്വർഗത്തിൽ കിടക്കൂല. അറിയാത്ത ഏതെങ്കിലും ഒരു കള്ളുകുടിയനുണ്ടോ? പടച്ചവനെ പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും സാക്ഷി നിൽക്കുന്നത് വരെ പാപമാണെന്നറിയാത്ത മുസ്ലിമില്ല. പടച്ചവനെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനുഷ്യർ ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി കഴിഞ്ഞാ പടച്ചവനെ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം 5 നേരത്തെ നിസ്കാരമാ. ആ നിസ്കാരത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നുണ്ട്. അതിൽ അലംഭാവം കാണിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ നമ്മളിൽ പലർക്കും നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. പടച്ചവനെ, ഒരു പെണ്ണ് സലാം പറയാൻ പാടില്ല, അന്യ പുരുഷനോട് സലാം പറയുന്നത് പോലും പാടില്ല എന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തലമറയ്ക്കാതെ ശരീരം മറയ്ക്കാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എല്ലാവർക്കും അറിയാമ ചെയ്യുന്നത് പാപമാണെന്ന്, പക്ഷേ ഒരു പേടിയില്ല, പടച്ചവനെ ഒരു ദുഃഖമില്ല, മരണത്തിനു ശേഷം അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ല. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ അവഗണിക്കുന്നവരെ,
അള്ളാന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവര് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? അള്ളാന്റെ ഖുർആൻ പറയുകയാ, വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ഫലം യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അവിടുന്ന് പറഞ്ഞു തരുമ്പോ, അവിടുന്ന് ഓതി തരുമ്പോ അതിനെ അവഗണിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലം യഹ്തദൂ ഇദൻ അബദാ. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് സത്യമങ്ങ് കടന്നു പോകില്ല. പിന്നെ പടച്ചവൻ നിന്നെ നന്നാക്കില്ല. ആരൊക്കെ പറഞ്ഞാലും നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പടച്ചവനെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എത്ര പറഞ്ഞു കൊടുത്തിട്ടും നന്നാകാത്തവരുണ്ടല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ, അല്ലാഹു നിന്റെ ഹൃദയം അടയ്ക്കുകയാ. അല്ലാഹു നിന്റെ ഹൃദയമങ്ങ് അടയ്ക്കുകയാണ്. പടച്ചവൻ നിന്റെ ഹൃദയമങ്ങ് സീല് വെക്കുകയാണ്. പിന്നെ പടച്ചറപ്പ് നിന്റെ ചെവികളങ്ങ് അടയ്ക്കുകയാ. ആരൊക്കെ പറഞ്ഞാലും പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കേറില്ല. ആരൊക്കെ ഉപദേശിച്ചാലും പടച്ചവനെ നിന്റെ ഹൃദയത്തിന്റെ അകത്തൊന്നും കേറുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും നന്നാകാൻ കഴിയാത്തത്. പടച്ചവനെ കണ്ണിന്റെ മുന്നിലും മരണം പറഞ്ഞു തന്നാൽ, കണ്ണിന്റെ മുന്നിലും മരണങ്ങൾ കണ്ടാൽ പടച്ചവനെ നമുക്ക് മാറാൻ കഴിയുന്നില്ലല്ലോ, നന്നാകാൻ കഴിയുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാളുടെ മുന്നിൽ ഖുർആനിന്റെ അർത്ഥം ഓതി പറഞ്ഞു കൊടുത്തിട്ട് അവൻ അതിനെ അവഗണിച്ചാൽ, അതിനെ നിസ്സാരമാക്കി കളഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന ശിക്ഷ, പിന്നെ അവന്റെ ഹൃദയം അള്ളാഹു അടച്ചു കളയും. ഉദാഹരണം പറഞ്ഞാൽ, ഈ മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിമായ ചെറുപ്പക്കാരുടെ കൂടെ ഒളിച്ചോടി പോകും. ഒളിച്ചോടി പോയി കഴിഞ്ഞ് പിടിച്ചുകൊണ്ടുവന്ന് അവസാനം എല്ലാവരും ഉപദേശിക്കും. എല്ലാവരും, മാതാപിതാക്കളും കുടുംബക്കാരും ഉസ്താദന്മാരും എല്ലാവരും ഈ പെൺകുട്ടികളെ ഉപദേശിക്കും, മോളെ നീ മുസ്ലിമാ, നീ പോകരുത്, നീ തിരിച്ചുവാ, അള്ളാന്റെ ദീനിലേക്ക് കടന്നുവാ, മരണമില്ലേ, ഖബറില്ലേ, നരകമില്ലേ, മഹ്ശറയില്ലേ, സിറാത്തില്ലേ, മീസാനില്ലേ, എല്ലാം പറഞ്ഞു കൊടുക്കും. ആ കുട്ടിക്ക് കേട്ട ഒരു പാടുമില്ല. എത്ര ഉപദേശിച്ചാലും നന്നാകുന്നില്ല. അതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സീല് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു പറഞ്ഞു. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയല്ലോ, അള്ള നേരിട്ട് വന്നാൽ ഇവൻ നന്നാകില്ല എന്ന് പറയുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്ത് കടക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത്, എടുത്ത് ഞാനൊരു സംഭവം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ മുന്നിൽ ഉപദേശിക്കാൻ പോയി. അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി 99 പ്രാവശ്യം. ഓരോ പ്രാവശ്യം പോയി പ്രവാചകൻ ആ മനുഷ്യനെ ദഅവത്ത് ചെയ്യുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി വിടും. അവസാനം 99 പ്രാവശ്യം പോയി. 100ാമത്തെ പ്രാവശ്യം പോയപ്പോഴാ ആ മനുഷ്യൻ പറഞ്ഞത്, ശല്യം സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് മുസ്ലിമായത് എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ഉപദേശിച്ചിട്ടും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കേറുന്നില്ല. നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ട് നന്നാകണം, നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ട് നന്നാകണം. പക്ഷെ നിസ്കരിക്കണമെന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യണമെന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരാ പറഞ്ഞ പറ്റുന്നില്ല എന്ന്? ഏത് വൃത്തികെട്ടവനും നന്നാകാനുള്ള വഴി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് മനുഷ്യനും നന്നാകാനുള്ള വഴി പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നു. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് നന്നാകണം, എനിക്ക് നന്മകൾ അധികമായിട്ട് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർ 5 പൈസയുടെ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട, ഒന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളുകുടിക്കുന്നവന്റെ കള്ളുകുടി മാറ്റാൻ, വ്യഭിചരിക്കുന്നവന്റെ വ്യഭിചാരം മാറ്റാൻ, പലിശ തിന്നുന്നവന്റെ പലിശ കച്ചവടം നിർത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ എളുപ്പവഴി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് നന്നാകണം, ഒരു വഴി പറഞ്ഞു തരാൻ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു സഹാബിയല്ല, കള്ളുകുടിച്ച് നടക്കുന്നവനല്ല, അള്ളാഹുവിനെ മറന്നു നടക്കുന്ന സ്വഹാബിയല്ല. ആരാ അബൂദർ എന്നറിയുമോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം അറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എനിക്ക് നന്നാകണം നബിയേ, നന്മകൾ അധികരിപ്പിക്കണം നബിയേ, അതിനൊരു വഴി എന്താണെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ ആരാണ് അബൂദർ എന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് അബൂദർ ഇങ്ങനെ നടന്നു പോകുന്നത്. പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? പോകുന്നത് അബൂദറല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം ജിബ്രീലാണ് ചോദിക്കുന്നത്, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ്, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? എന്റെ അബൂദറിന് നിനക്ക് പരിചയമുള്ളത് എങ്ങനെയാ? അത് അബൂദറാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഉ അശ്റഫിൽ അർളി. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ഏഴാകാശത്തിലുള്ള മലക്കുകൾക്ക് അറിയാൻ നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറഞ്ഞു തരും. അബൂദർ അത്രയും പരിചയമുള്ള സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂദറാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയേ, നന്മകൾ അധികരിപ്പിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? പള്ളിപ്പറമ്പിലെ ഖബർസാനിലേക്ക് പോകാനാ. അതാ പടച്ചവനെ, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, അതാ മയ്യത്തുകളെ ഖബറടക്കുന്ന ഖബർസാൻ ഉണ്ടല്ലോ, അവിടേക്ക് കടന്നു പോകാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നന്നാകണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യ, നിനക്കൊന്ന് പള്ളിപ്പറമ്പിൽ ഒരു 10 മിനിറ്റ് പോയി നിൽക്കാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിലെ ഖബറുകളുടെ ചാരത്തുകൂടെ നിനക്കൊന്ന് നടക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങളെ നന്നാകണോ, മോശമായ സ്വഭാവങ്ങൾ മുഴുവനും മാറ്റണോ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാകണോ? അതിനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? നിന്റെ വീടിന്റെ പരിസരത്ത് ആരെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ, നിന്റെ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ, ആ മരണ വീട്ടിലേക്ക് കടന്നു പോകണേ, ആ മരണ വീട്ടിലേക്ക് കടന്നു പോകണേ. എന്നിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നീ ഒന്ന് കടന്നു ചെല്ലണേ. ഒരു മയ്യത്ത്
മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കടന്നതല്ലോ. നിന്നെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ വികാരങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു പച്ചയായ മനുഷ്യയായിരുന്ന പെണ്ണിന് അവിടെ നിന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി നോക്കണം പെങ്ങള്. ആ സമയത്ത് നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാ. നന്നാകാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നിസാരമാക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? പിന്നെ ഹിദായത്ത് നിന്റെ ഹൃദയത്തിലേക്ക് കടക്കൂല. എത്ര വലിയ ഉപദേശമാണെങ്കിലും പടച്ചവനെ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്ന മുസ്ലിമേ, അല്ലാഹു നിനക്ക് കഠിന ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയുണ്ടല്ലോ, അല്ലാഹു നിനക്ക് നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം നീ ഖുർആനിനെ അവഗണിച്ചവനാണ്, നീ ഖുർആനിനെ പരിഗണിക്കാത്തവനാണ്, ആ ഖുർആനിന് സ്ഥാനം കൊടുക്കാത്തവനാണ്, അതിന്റെ മഹത്വം മനസ്സിലാക്കാത്തവനാണ്. അങ്ങനെ ജീവിച്ചിരുന്ന നിനക്ക് പടച്ച റബ്ബ് ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്തിനാ സഹോദരാ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ, അതാ ചരിത്രം വായിച്ചു നോക്കൂ. അതാ ഒരു സ്വഹാബി ഉണ്ടല്ലോ, സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ഒരു രാജ്യത്തേക്ക്, ഒരു നാട്ടിലേക്ക് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ആ സ്വഹാബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, അല്ലാഹുവേ, അതാ ഒരു ജൂതപ്പെണ്ണിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയാ. ഒരു ജൂത പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ, ഒരു സൗന്ദര്യം നിറഞ്ഞ ഒരു പെണ്ണിനെ കണ്ടപ്പോ ഈ സ്വഹാബി വര്യനവിടുന്ന ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്. അവസാനം ആ പെണ്ണിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് അവിടുന്ന് ആഗ്രഹം പറഞ്ഞു. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി, എന്റെ മതത്തിലേക്ക് നീ കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് നീ കടന്നു വന്നാ പടച്ചവനെ, ആ പെണ്ണ് പറയുകയാണ്, ഞാൻ എന്റെ ശരീരം തരാ സമ്മതമാ. അവസാനമാ ചെറുപ്പക്കാരൻ അവിടെ നിന്നും മതം മാറുകയാണ്. പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി അവിടെ നിന്നും മതം മാറി. ചരിത്രം പറയുന്നു, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അതാ പടച്ചവനെ, ആ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയുണ്ടല്ലോ, അതാ വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിലൂടെ ഒരു യാത്ര പോകുകയാണ്. ആ നാട്ടിലൂടെ ഒരു യാത്ര പോകുകയാണ്. അപ്പോഴാണ് പഴയ കൂട്ടുകാരനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അല്ലാഹുവേ, ജനങ്ങളോട് തിരക്കി അവസാനം ആ ചെറുപ്പക്കാരനെ കണ്ടെത്തുകയാണ്. വീട്ടിലേക്ക് കടന്നുപോയി എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവസാനം ആ സ്വഹാബി ഉണ്ടല്ലോ, അവസാനം ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, ഹാഫിളാണല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാ മഹാനവിടെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്തൊടിച്ച് എനിക്കൊരേ ഒരായത്തെ ഓർമ്മയുള്ളൂ, ബാക്കി എല്ലാ ആയത്തുകളും ഞാൻ മറന്നു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവിടെന്ന് ചോദിക്കുകയാ,
ഒരായത്താ ഓർമ്മയുള്ളത്? ഏതായത്താ ഓർമ്മയുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിനെ മതിമറന്നുകൊണ്ട് നടക്കുന്നവരെ, അതിനെ നീ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയെ കുറിച്ച് ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ഈ ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിച്ചു, എല്ലാം മറന്നല്ലോ, ഒരായത്തല്ലേ ഓർമ്മയുള്ളത്? ഒരായത്തല്ലേ ഓർമ്മയുള്ളത്? ആ ആയത്തേതാണെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. തോതികെട്ടവിടന്ന് കരയുകയാ, തോതികെട്ടവിടന്ന് കരയുകയാ. ഒരേ ഒരായത്തെ ഓർമ്മയുള്ളൂ. ആയത്ത് ഭയാനകമായ ഒരായത്താ. അല്ലാഹു പറയുന്നു, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. നീ വല്ലാതെ പേടിക്കണം സഹോദരാ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, അല്ലാഹു പറയുന്നു, നീ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാൽ, നീ എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് നടന്നാൽ, ആരെല്ലാം നിന്റെ കൂടെ ഉണ്ടെങ്കിലും അവസാനം നീ എന്റെ അടുക്കൽ തന്നെ വരേണ്ടവനാടാ. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാൽ അവസാനം നീ എന്റെ മുന്നിലേക്ക് മടങ്ങി വരേണ്ടവനാട് എന്ന ആയത്താണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കാൻ കഴിയണം സഹോദരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, അവന് കഠിനമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷയുണ്ടല്ലോ അല്ലാഹു അവന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഭയാനകമായ ശിക്ഷ അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാ. നാലാമതായിട്ട് അല്ലാഹു അവനെ ഉപമിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അതിനെ നിസ്സാരമായി തെല്ലുന്നവനുണ്ടല്ലോ, അതിനെ അവഗണിച്ച് കളയുന്നവനുണ്ടല്ലോ, അവനെ കുറിച്ച് അല്ലാഹു പറയുകയാ, ഫമാലഹും മനി തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തനഫിറാ. അല്ലാഹു അവനെ വിളിച്ച പേരെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നിസാരമാക്കുന്ന മനുഷ്യ, അല്ലാഹു നിന്നെ കഴുതയോടാണ് ഉപമിക്കുന്നത്. അല്ലാഹു കഴുതയെന്ന് വിളിക്കുകയാണ്. നീ കഴുതയെ പോലെയാണ്, നീ കഴുതയെ പോലെയാണ്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് നന്നാകാൻ കഴിയുന്നില്ലല്ലോ, പടച്ചവനെ കുറിച്ചുള്ള പേടിയില്ലല്ലോ. അല്ലാഹുവേ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ ശിക്ഷ എന്താ? അല്ലാഹു നിന്നെ കഴുതയോടാണ് ഉപമിക്കുന്നത്. അഞ്ചാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്ന അഞ്ചാമത്തെ ശിക്ഷ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മുൻഗാമികൾക്ക് വന്നതുപോലെ, മുൻഗാമികൾക്ക് വന്ന് സംഭവിച്ചതുപോലെ അതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിന്നെയും തേടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ മുൻഗാമികളെ പടച്ചവൻ എങ്ങനെയാണ് നശിപ്പിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രമറിയുമല്ലോ. പരിശുദ്ധമായ ഖുർആനിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് എങ്ങനെയാണ്? സമൂദിനെ നശിപ്പിച്ചത് എങ്ങനെയാണ്? ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ അദാബുകൾ ഇറങ്ങിയ ചരിത്രം പറയുന്നുണ്ട്. ഒരുപാട് പടച്ചവനെ, ഒരുപാട് പരീക്ഷണങ്ങൾ ഇറങ്ങിയത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. പടച്ചവനെ, ഇന്ന് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് കടന്നു വന്നു. ഇന്നുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ല, ഇന്നുവരെ ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. അല്ലാഹുവേ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു
അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം കൊണ്ട് പരീക്ഷിച്ചു. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അല്ലാഹു നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തന്നല്ലോ എന്താണ് വെള്ളപ്പൊക്കമെന്ന്, എന്താണ് ഉരുൾപൊട്ടലെന്ന്, എന്താണ് സുനാമിയെന്ന്, എന്താണ് കൊടുങ്കാറ്റെന്ന്. പടച്ചറപ്പ് ഓരോന്നും കാണിച്ചു തരികയാ. ഇന്നുവരെ കേട്ടറിവില്ലാത്ത ശിക്ഷകൾ നമ്മളെ തേടി വരികയാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിച്ചതിന് അല്ലാഹു തരുന്ന ശിക്ഷയാ. അല്ലാഹു നമുക്ക് തരുന്ന ശിക്ഷയാണ്. പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്ത മനുഷ്യ, അതിനെ ഉൾക്കൊള്ളാത്ത പെങ്ങള്, അല്ലാഹു നിനക്ക് ഇതുപോലെയുള്ള പരീക്ഷണം തരികയാ. പഠിച്ചവനെ അതാ ഒന്നാം തരംഗം വന്നു, രണ്ടാമത്തെ തരംഗം വന്നു, മൂന്നാമത്തെ തരംഗത്തിൽ പേടിച്ചിരിക്കുകയാണ്. സർവരും പേടിച്ച് നടക്കുകയാണ്. എന്തുകൊണ്ട് ഇതിനൊരു അവസാനം വരുന്നില്ല? എത്ര കരഞ്ഞു ദുആ ചെയ്തു, എത്രയോ പേര് പടച്ചവനെ പൊട്ടിക്കരയുന്നുണ്ട്. നിസ്കാരങ്ങളിൽ ദുആ ചെയ്യുന്നവരുണ്ട്, മജ്‌ലിസുകളിൽ ദുആ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊരു അവസാനമില്ലാത്തത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നതിന് റബ്ബ് തന്ന ശിക്ഷയാ. ആറാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. قال رب لم حشرتني أعمى فقد كنت بصيرا قال كذلك أتتك آياتنا ونسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് റബ്ബ് തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ദുനിയാവ് ഇടുക്കമാക്കുകയാ. ഈ ദുനിയാവ് ഇടുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല. പടച്ചവനെ സാമ്പത്തികമായി തകരുകയാണ്, ലക്ഷങ്ങളുടെ കടം വരികയാണ്. പടച്ചവനെ രോഗങ്ങൾ പിടിപെടുന്നു. വീടിന്റെ അകത്ത് സമാധാനമില്ല, വീടിന്റെ അകത്ത് സന്തോഷമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാതെ വരുമ്പോൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു കൊടുക്കുന്ന ആറാമത്തെ ശിക്ഷ, നിന്റെ ദുനിയാവ് അല്ലാഹു ഇടുക്കമാക്കും. സാമ്പത്തികമായി തകർന്നു, കച്ചവടമൊന്നുമില്ല, കടയും തുറന്നിട്ട് വെറുതെ ഇരിക്കാൻ നീ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് വന്ന സമാധാനമില്ല, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സന്തോഷവുമില്ല, സമാധാനമില്ല, രോഗങ്ങളായി, സാമ്പത്തിക നഷ്ടങ്ങളായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ ഞെരുക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തേ? എന്തുകൊണ്ടാണ്? എങ്ങനെ നമ്മളെ അള്ളാഹു ഇത്രയും വലിയ പരീക്ഷണം എങ്ങനെ നമുക്ക് തരാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 കാര്യങ്ങൾ 6 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 6 കാര്യങ്ങൾ 6 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കരയുകയാ.
എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 6 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിത്തത്തു അശ്യാഅഹുന്ന ഗരീബ ഫീ സിത്തത്തി മവാദിഅ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിൽ 6 സ്ഥലങ്ങളിൽ 6 കാര്യങ്ങൾ ഇരുന്ന് കരയുമെന്ന. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മസ്ജിദു ഗരീബ ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന. പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ ആ പള്ളി കരയും, ആ പള്ളി ഇരുന്ന് തേങ്ങും. ആ പള്ളി ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാർക്ക് തന്നെ അത് നാശമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളികളിൽ ഇരുന്ന് കരയുകയാ. സത്യമായിട്ടും ഈ വൈറസ് രോഗം വന്നതിന് ശേഷം പള്ളി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്നവർ ഇപ്പൊ പള്ളിയിലേക്ക് പോകുന്നില്ല. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോലും കടന്നു പോകാനും മടിക്കുന്ന ഒരു സാഹചര്യം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളി ഇരുന്ന് കരയും. നിസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ പള്ളി ഇരുന്ന് കരയുകയാ. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ മുസ്ഹഫു ഫീ മൻസിലി ഖൗമിൻ ലാ യഖറഊന ഫീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ വീടിന്റെ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീടിനകത്തും ഖുർആൻ ഉണ്ട്. ഖുർആൻ ഇല്ലാത്ത വീടുകളില്ല. എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും വീടിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ഖുർആൻ ഇരിപ്പുണ്ട്. ആരും തുറന്നു നോക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല. ഖുർആൻ ഓതുന്നവൻ പോലും ഖുർആൻ തുറക്കുന്നില്ല. അതാ മനസ്സിലാക്കേണ്ടത്. ഒരു യാസീൻ ഓതുമ്പോ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തുറന്നു വെച്ച് ഓതാൻ തയ്യാറാകുന്നില്ല. കാരണം കാണാതെ അറിയാം, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ഓതും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ വീടിന്റെ അലമാരിക്കകത്തിരിക്കുന്ന ഖുർആൻ നിങ്ങൾ തുറന്നു ഓതാതെ വരുമ്പോൾ ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയും. ആ കണ്ണുനീര് നിനക്ക് നാശമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ഇങ്ങനെ സൗദി അറേബ്യയിലൊക്കെ ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറെ ഖുർആൻ കൊണ്ടുവന്നിട്ട് ആ ഹാളിന്റെ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തോ അമൂല്യ വസ്തുവിനെ പോലെ. ഖുർആൻ തുറക്കാൻ നമുക്ക് മടിയാ. ഖുർആൻ ഓതുന്ന വാപ്പ പോലും ഖുർആൻ എടുത്തുകൊണ്ട് ഓതൂല. നമ്മളൊക്കെ എന്റെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാ ഖുർആൻ നോക്കി ഓതുന്നതിന് 2 പ്രതിഫലമാണ്. ഖുർആൻ ഓതുന്ന പ്രതിഫലം 1, ഖുർആൻ നോക്കി ഓതുന്ന പ്രതിഫലം 2. 2 പ്രതിഫലമാണ് ഖുർആൻ നോക്കി ഓതുമ്പോ. എന്തുകൊണ്ട് നമുക്കത് മടി? നമുക്ക് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എത്രയോ പേര് ഏത് വീട്ടിലാ ഖുർആൻ പാരായണമുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ റോഡുകളിലൂടെ നടന്നു പോകുമ്പോൾ വീടിനകത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാമായിരുന്നു. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഏത് വീടിനകത്താ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കഴിയുക? പണ്ടുള്ളവർ എത്രയോ മോശമായി നടന്നിരുന്നവർ പോലും നന്നായത് ഖുർആൻ പാരായണം കേട്ടിട്ടാ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു കൊള്ളക്കാരുടെ നേതാവാ. കൊള്ള സംഘത്തിന്റെ നേതാവാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഒരു മഹാൻ അവിടെ നിന്ന് പറയുന്നു, തന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ട പിന്നെ അവളെ ശാരീരികമായി ബന്ധപ്പെടണം, എങ്കിലേ സമാധാനം ഉണ്ടാവത്തുള്ളൂ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഏത് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാലും അവളെ തന്റെ വരുതിയിൽ കൊണ്ടുവരും. ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കണ്ടു. എത്ര പരിശ്രമിച്ചിട്ടും ഫുളൈലിന് ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ആ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അവസാനം ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആരും കാണാതെ പാതിരാത്രി ആ പെണ്ണിന്റെ വീട്ടിൽ പോയി. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് പോയി വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. വല്ലാത്ത ആരോഗ്യവാനാണ്. ആ പെണ്ണിന്റെ വീടിനകത്ത് പാതിരാത്രിയിൽ കയറിയിട്ട് പറഞ്ഞു, എന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണം. ആ പെണ്ണു അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാ, സമ്മതിച്ചില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് കീഴ്പ്പെടുത്തിയ പെണ്ണിനെ. വല്ലാത്ത ആരോഗ്യവാനായിരുന്നു. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തി. ആ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് വസ്ത്രങ്ങൾ മുഴുവനും വലിച്ചു കീറിയിട്ട് ആ പെണ്ണിന്റെ 2 കാലുകൾക്കിടയിൽ അവളെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി അവളെ കീഴ്പ്പെടുത്തിയിട്ട് അവളുടെ ശരീരത്തിന്റെ ചാരത്തിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ടാ ഓതുന്നത് അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഹൃദയത്തിലേക്ക് ആ ഖുർആനിന്റെ ആയത്ത് തറച്ചു. ആ കാട്ടാളന്റെ ഹൃദയത്തിന്റെ അകത്ത് ആ ഒരൊറ്റ ആയത്ത് തറച്ചു. ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നന്നായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഇന്ന് മഗ്രിബ് കഴിഞ്ഞോ ഇശാ കഴിഞ്ഞോ ഏതെങ്കിലും ഒരു വീടിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഖുർആൻ പാരായണം ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മുടെ വീടുകളിൽ ഇരുന്ന് ഖുർആൻ നമ്മളെ ശപിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്ക്. എല്ലാവരും പ്രാരാബ്ദങ്ങളും ഏതൊരു കാര്യത്തെക്കുറിച്ചും മദ്രസയ്ക്കാകട്ടെ, പള്ളിക്കാകട്ടെ, കോളേജിനാകട്ടെ, യതീമിനാകട്ടെ, ഏത് കാര്യത്തിനു വേണ്ടി ചോദിക്കുമ്പോഴും നമ്മൾ ഇല്ല എന്നാ പറയാ. നമുക്ക് പ്രാരാബ്ദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കുന്നില്ല? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് ചരിത്രമറിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ, മരണത്തിന്റെ വേളയിൽ മരണസമയത്ത് കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സ്വഹാബികൾ മുഴുവനും അവിടുന്ന് കാണാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നുപോയി. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സ്വഹാബി വര്യന്റെ ചാരത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അവസാനം കുറച്ചു പൈസ എടുത്തിട്ട് സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പെമ്മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലല്ലോ, മക്കളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പൈസ വേണല്ലോ, അതുകൊണ്ട് ഇന്നാ എന്ന് പറഞ്ഞു കുറച്ചു പൈസ കൊണ്ടുപോയി കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുമ്പോ സഹാബി ഇരുന്ന് കരയാ. സ്വഹാബി വര്യൻ അവിടെ ഇരുന്ന് കരയുകയാ. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്മാനെ, എന്റെ പെമ്മക്കളെ കുറിച്ച് എനിക്ക് പേടിയില്ല. എന്റെ പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും? എന്റെ പെൺമക്കളുടെ ജീവിതം എങ്ങനെ? എനിക്ക് പേടിയോ പ്രയാസമോ ഒന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ആ വീട്ടുകാർക്ക് ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുത്തി നബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പെമ്മക്കൾ എല്ലാവരും വാഖിഅ ഓതുന്നവരാ, അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് ടെൻഷനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബി ഹദീസ് കേട്ടതിന് ശേഷം തന്റെ പെമ്മക്കളെ വിളിച്ചിരുത്തിയിട്ട് സൂറത്തുൽ വാഖിഅ ഓതാൻ പഠിപ്പിച്ചു. നിർബന്ധമായിട്ടും വീടിനകത്തിരുത്തി ഓദിപ്പിച്ചു. നമ്മളോ ചിന്തിക്കേണ്ടത് അവിടെയാ. നമ്മുടെ മക്കൾക്ക് ഖുർആൻ വാഖിഅ പോയിട്ട് ചെറിയ സൂറത്തുകൾ പോലും ഓതാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെയാണ്. ഖുർആൻ എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ നമുക്ക് ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതിന്റെ പവിത്രത മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ ലംസാലു നദ്രിബുഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നമ്മുടെ വീടിന്റെ അകത്തിരിക്കുന്ന ഈ പരിശുദ്ധമായ ഖുർആനെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചു വിറച്ച് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. പർവ്വതം എങ്ങാനും പൊടിഞ്ഞു പോകും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ഭയം കൊണ്ട്, പേടി കാരണം നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ കരയുകയാണ് വാപ്പ. അതുകൊണ്ടാണ് നിനക്കല്ല സമാധാനം തരാത്തത്. അതുകൊണ്ടാണ് നിന്റെ വീടിന്റെ അകത്ത് നിന്റെ മക്കൾ പരസ്പരം ശത്രുക്കളെ പോലെ തമ്മിലടിക്കുന്നത്. ഭാര്യയും ഭർത്താവും കണ്ടുകഴിഞ്ഞാൽ മുഖത്ത് നോക്കിയാൽ സന്തോഷമില്ല, സമാധാനമില്ല. ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് രണ്ടു മനസ്സുകളായി കിടക്കുന്നു. എത്ര കിട്ടിയാലും തികയുന്നില്ല. നിനക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരുന്ന നിഅമത്തുകൾ മുഴുവനും അല്ലാഹു ഇടുക്കമാക്കി കളഞ്ഞു. അതിന്റെ കാരണം നീ ഖുർആനിനെ നിന്ദിച്ചതിന്, ഖുർആനിന്റെ ആയത്തുകൾ അവഗണിച്ചതിന് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷ. ആഖിറത്തിലോ ഖുർആൻ പറയുന്നു, നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ, ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ, അല്ലാഹുവേ ചിലരുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല.
ചിലർക്ക് കണ്ണ് കാണുന്നില്ല, അന്ധരെ പോലെ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവർ അല്ലാഹുവിനോട് ചോദിക്കുകയാ, വനഹ്ശുറുൽ യൗമൽ ഖിയാമത്തി അഅമാ. അവർ അല്ലാഹുവിനോട് പറയുകയാണ്, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ ഫഖദ് കുന്ത ബസീറാ. അല്ലാഹുവേ, പടച്ചവനെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ അല്ലാ, ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലാ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ റബ്ബേ. പക്ഷേ ഇന്നിവിടെ വന്നപ്പോ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്ത ബസീറാ. ഖാല കദാലിക അതതുക ആയാതുനാ വനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, നീ ദുനിയാവിൽ നിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതപ്പെട്ടപ്പോ നീ പൊട്ടനെ പോലെ നടന്നവനല്ലേ, ചെവി കേൾക്കാത്തവനെ പോലെ നടന്നവനല്ലേ, കണ്ണ് കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ. അതുകൊണ്ട് പടച്ചവനെ ഇന്നും അങ്ങനെ തന്നെയാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആനിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അത് ഓതുന്നതിന് റബ്ബ് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ദാ പറഞ്ഞു, സ്വഹാബികളോട് പറയുകയാ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു നന്മ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, സ്വഹാബികളോട് പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ.